മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മരുന്ന് വിതരണം ചെയ്ത വകയിൽ 75 കോടി രൂപ കിട്ടാനുണ്ടെന്ന് മരുന്ന് വിതരണക്കാർ. കഴിഞ്ഞ 8 മാസമായി പണം കുടിശ്ശികയാണ്. കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ലെങ്കിൽ മാർച്ച് 10 മുതൽ മരുന്ന് വിതരണം നിർത്തിവെക്കുമെന്നും വിതരണക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് കഴിഞ്ഞ 8 മാസമായി ഏകദേശം 75 കോടിയോളം രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടാനുണ്ട്. വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കൊട്ടേഷൻ ബേസിലാണ് ഞങ്ങളിവിടെ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും വില കുറച്ച് ഈ മെഡിക്കൽ കോളേജിനോടൊപ്പം നിന്ന് കാലാകാലങ്ങളായി HDC മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇന്ന് ഒരു 15 ദിവസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ്, പ്രിൻസിപ്പള്, ജില്ലാ കളക്ടർ, മിനിസ്ട്രി ലെവല് എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ മെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കച്ചവടക്കാരാണ്. വെറും 5% മാത്രം മാർജിൻ എടുത്തിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും പ്രാരാബ്ധത്തിലാണ്. ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടാനുള്ള ഞങ്ങൾ സപ്ലൈ ചെയ്തതിൻ്റെ പണം ഈ മാസം നാളെ മുതൽ 10-ാം തീയതി മുതൽ 10-ാം തീയതിക്കകം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം ഞങ്ങൾ നിർത്തിവെക്കുകയാണ് എന്ന് എല്ലാവരെയും ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ്. മരുന്നുകളുടെ വില ഏറ്റവും കുറച്ചാണ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് നൽകുന്നതെന്ന് വിതരണക്കാർ പറഞ്ഞു. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കച്ചവടക്കാർക്ക് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ കുടിശ്ശികയുണ്ട്. ഇതിൽ ഡിസംബർ വരെയുള്ള കുടിശ്ശികയെങ്കിലും കിട്ടിയില്ലെങ്കിൽ എല്ലാവരും വിതരണം നിർത്തും. സ്റ്റെന്റ്, സർജിക്കൽ ഉപകരണങ്ങൾ, ജീവൻ രക്ഷാ മരുന്നുകൾ തുടങ്ങിയവയുടെ വിതരണമാണ് നിലയ്ക്കുക. 70ഓളം വിതരണക്കാർക്ക് കുടിശ്ശിക കിട്ടാനുണ്ട്. 8-ാം മാസം മുതലുള്ള പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. 8-ാം മാസം മുതലുള്ള ഒരു 3 മാസത്തെ പേയ്മെന്റ് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഡിസംബർ 31 വരെയുള്ള പേയ്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആരും കോഴിക്കോട്ടെ ഔഷധ, സർജിക്കൽ, സ്റ്റെഡ് തുടങ്ങിയ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരിയും മരുന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഖേദപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. 15 ദിവസം മുൻപ് ആരോഗ്യമന്ത്രി, കളക്ടർ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നുവെന്നും സാംസൺ M. ജോൺ, PB വിദ്യാസാഗർ, TP റിയാസ് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലക്ഷദ്വീപ് ബേപ്പൂർ യാത്രായാന സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ.